ദിവസമായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു ശേഷം പാലക്കാട് MLA ഒളിവിൽ പോയിട്ട് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് നേരിയ ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുകയാണ്. രാഹുലിന്റെ അറസ്റ്റ് അത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. 32ാമത്തെ ഐറ്റം ആയിട്ടായിരുന്നു ലിസ്റ്റ് ചെയ്തത്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയാണ്. പെട്ടെന്ന് വാദം കേൾക്കണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെടുകയായിരുന്നു രാജീവ്. അതിനുശേഷമാണ് കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ബിരിൽ കൂടി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിരിൽ, ഇതിപ്പോൾ ആദ്യത്തെ കേസാണ്. രണ്ടാമതൊരു പരാതിയുണ്ട്, ഗുരുതരമായ പരാതിയുള്ള ഒരു പരാതിക്കാരിയുണ്ട്. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തെ അതിൽ നിയോഗിച്ചിട്ടുണ്ട്. പൂങ്കുഴലിക്കാണ് ചുമതല. ആ പെൺകുട്ടിയുമായി അന്വേഷണ സംഘം സംസാരിച്ചിട്ടുണ്ട്. അതിൽ മൊഴി നൽകിയാൽ, അതിൽ കേസെടുത്താൽ ഈ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞത് അതിനെ ബാധിക്കുമോ? ആര്യ, ഒരിക്കലും രണ്ടാമത്തെ കേസിനെ ഈ കേസിലെ ഹൈക്കോടതി നിർദ്ദേശം ബാധിക്കില്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് അന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് DGPക്ക് കൈമാറിയ ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് അതിലെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയോ അവരുടെ വൈദ്യപരിശോധന പൂർത്തീകരിക്കുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരു ബലാത്സംഗ ആരോപണത്തിൽ ഒരു വിവരം പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ വിവരം കിട്ടുക എന്ന് പറയുന്നത് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം അവരുടെ മെഡിക്കൽ പരിശോധന നടത്തണം. 48 മണിക്കൂറിനകം കോടതി മുമ്പാകെ അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കണം. ഇതൊക്കെയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ. അതൊന്നും തന്നെ ആ രണ്ടാമത്തെ കേസിന്റെ ഭാഗമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ FIR അടക്കം ഈ പ്രതി ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ആ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുക, അവരുടെ നിയമപ്രകാരമുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് ആ കേസിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. അവരുടെ മൊഴി വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അടിയന്തര സ്വഭാവത്തിൽ ഒരു ഹർജിയുമായി കോടതിയിലേക്ക് പോകാത്തത്. വേണമെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം അനന്തൻ ബിനിൽ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു FIR ഉണ്ട്. ശരി, KPCC അധ്യക്ഷൻ ഫോർവേഡ് ചെയ്ത പരാതിയാണ്, FIR ഉണ്ട്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കേസിൽ. പക്ഷേ ഈ ബിനിൽ പറഞ്ഞ ഈ സാങ്കേതിക കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്? ആ പെൺകുട്ടിയുമായി അന്വേഷണ സംഘത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ പെൺകുട്ടി മൊഴി നൽകുമോ? ആ കേസ് വളരെ ഗുരുതരമാണ്. ആ പരാതി നമ്മൾ കണ്ടതാണ്. ആദ്യത്തെ കേസിലുള്ളതുപോലെ ഉഭയസമ്മത ആ ഒരു കാര്യമൊന്നും നിലനിൽക്കില്ല രണ്ടാമത്തെ പരാതിയിൽ. അപ്പോൾ രണ്ടാമത്തെ പരാതിയിൽ പരാതിക്കാരി മൊഴി നൽകിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കാര്യങ്ങൾ പ്രതിസന്ധിയിലാകും. ആര്യ, നിലവിൽ രണ്ടാമത്തെ കേസ് രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിൽ ബാധകമാകുന്നേയില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, ഈ KPCC പ്രസിഡന്റ് ഫോർവേഡ് ചെയ്ത ഒരു ഇമെയിൽ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ കേസ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു പ്രത്യേക SIT പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അന്വേഷണ ചുമതല ഇന്നലെയാണ് പൂങ്കുഴലി AIGക്ക് കൈമാറിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ നടക്കുകയാണ്. പക്ഷേ ഈ FIR രജിസ്റ്റർ ചെയ്ത് ഇത്രയും 2-3 ദിവസമായി ഇതുവരെ ആ അതിജീവിത നേരിട്ട് മൊഴി നൽകിയിട്ടില്ല. പക്ഷേ ഈ KPCC പ്രസിഡന്റ് അയച്ചു കൊടുത്ത ഇമെയിൽ കണ്ട ഇമെയിൽ ഐ ഡിയിലേക്ക് ഈ ക്രൈംബ്രാഞ്ച് ഒരു മെയിൽ അയച്ചിരുന്നു. അതിന് മറുപടി ലഭിച്ചു, മൊഴി നൽകാമെന്നുള്ളത്. പക്ഷേ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ മൊഴി രേഖപ്പെടുത്താത്തടത്തോളം ആ FIRലുള്ള അറസ്റ്റ് നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയക്കേണ്ടതില്ല. കാരണം ആ മൊഴി ലഭിച്ചു കഴിഞ്ഞ് അതിൻ്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയൂ. അതിൽ ആകെ ബലാത്സംഗ കുറ്റം മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. മറ്റ് ഒഫൻസുകൾ നമ്മൾ ആ പരാതി വായിക്കുമ്പോൾ ഒരുപാട് ഒഫൻസുകൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇനി കൂടുതൽ വകുപ്പുകളൊക്കെ ചേർത്ത് ആ FIR പരിഷ്കരിച്ച് ആ മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആ നടപടികളിലേക്ക് പോകാൻ കഴിയൂ.